അടുത്തുള്ള 2 ട്രേഡിന്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. സോ ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഞാൻ എങ്ങനെയാണ് എൻട്രി എടുത്തുള്ള കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 4434 35 30 ആ ഒരു റേഞ്ചിലോട്ട് ട്രാവൽ ചെയ്യും. ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് നടക്കും. അവിടുന്ന് ഒരു റിയാക്ഷൻ സംഭവിക്കും. കാരണം മാർക്കറ്റ് ഡേ വൈസിൽ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു SNR ബ്രേക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊരു മാർക്കറ്റിന്റെ മേജർ പ്രൈസ് ലെവൽ അവിടുന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ലണ്ടൻ മാർക്കറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇത്ര ഹൈ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഒരു ബൈ പൊസിഷൻ 4430 34 റേഞ്ചിലോട്ട് ചെയ്യാം. അവിടുന്ന് ഒരു റിവേഴ്സൽ വരുമ്പോൾ ഒരു സെല്ല്, ഒരു പുൾ ബാക്ക് സെല്ല്, കുറച്ച് ഏരിയാസ് മാർക്കറ്റ് ടാർഗറ്റ് എടുക്കാം എന്നുള്ളത്. സോ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് 15 മിനിറ്റ് എടുത്ത് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു സ്ട്രക്ചർ നമുക്ക് ബ്രേക്ക് ചെയ്യണം, എന്നിരുന്നാൽ മാത്രം ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്ട്രക്ചർ ലണ്ടൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് നോക്കാം ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് തിരിച്ചെത്തുക എന്നുണ്ടെങ്കിൽ ഇതൊരു പ്യൂർ ടെക്സ്റ്റ് ബുക്ക് ട്രേഡ് ആയിരുന്നു. എക്സാക്ട് എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, പ്യൂർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു SNR ബ്രേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിന് നല്ല രീതിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി മോഡലാണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ലോങ് പൊസിഷൻസ് ഞാൻ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു 51 52 ഈ ഒരു ലെവലിൽ കുറച്ച് മേലോട്ട് ഇട്ട് വെച്ച് സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 4430 എന്നുള്ള റേഞ്ചിലോട്ട് ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഒരു 1:9 ഒക്കെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് എൻട്രി എടുത്ത സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു കൺസൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റിന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തിരക്കായിരുന്നു. അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് ഈ ഒരു ട്രേഡിന്റെ പ്രോഫിറ്റ് ആയിരിക്കണം നിന്റെ ഈവനിങ് ട്രേഡ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡേ വൈസ് കറക്റ്റ് ആ ലെവലിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഈ ടാപ്പ് ചെയ്ത സമയത്ത് 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 4000 ഞാൻ പറഞ്ഞ പ്രൈസ് മാർക്കറ്റ് എത്തി, മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തു. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്കറിയാം, മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രേക്ക് തരുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ട്രേഡ് ആണ്. എന്താണോ ഇവിടെ നിന്ന് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് പ്രീവിയസ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിട്ട് അവിടെ നമുക്കൊരു ഇന്റേണൽ സപ്ലൈ സോൺസ് ഉണ്ട്. ആ സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് നോക്കാം, സെല്ല് നോക്കാം. ഈ സെയിം ഏരിയ, ഈ സെയിം ലൈനിൽ നിന്നാണ് എൻ്റെ സെല്ല് 4433, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 37 എന്നുള്ള പ്രൈസിലോട്ട് ഇന്ന്. എന്നിട്ട് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത് ഒരു 1:, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റ് ഒന്നും ആയിരുന്നില്ല. കാരണം ഇത് ഞാൻ മാർക്കറ്റ് റൈഡ് ചെയ്തെടുത്ത ട്രേഡാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലെവലിൽ എത്തിയ സമയത്ത് നമുക്ക് നോക്കാം, മാർക്കറ്റ് ഇവിടുന്ന് വൺസ് റിജക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഇവിടെ നിന്നാണ് ഫാൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു മാർക്കറ്റിൽ രണ്ടാമത്തെ എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ട്രേഡ് 4377 എൻ്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് 77. അതിനുള്ള എക്സാക്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ ഈ ഒരു വാട്ടർ ഫ്ലോയിലോട്ടാണ് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ നല്ല രീതിക്ക് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്ത് പോയി TP അടിച്ചിട്ടുള്ള ഒരു ട്രേഡാണ്. സോ ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം.